ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള ആനക്കോട്ടയിൽ സ്ഥാപിച്ചിരുന്ന വേവ് ബ്രിഡ്ജ് കഴിഞ്ഞ 4 മാസത്തിലേറെയായി തകരാറിലായതിനാൽ ആനകളുടെ ഭാരം പരിശോധിക്കുന്നതിൽ വലിയ പ്രതിസന്ധി. ആനകളുടെ ആരോഗ്യനില നിരീക്ഷിക്കുന്നതിനും അവയ്ക്ക് നൽകേണ്ട തീറ്റയുടെ അളവ് കൃത്യമായി നിർണ്ണയിക്കുന്നതിനും വേവ് ബ്രിഡ്ജ് നിർണായകമാണ്. അസുഖബാധിതരായ ആനകളുടെ ഭാരം പരിശോധിക്കുന്നത് നിർബന്ധമായ സാഹചര്യത്തിൽ വേവ് ബ്രിഡ്ജിന്റെ തകരാർ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുന്നുണ്ട്. ആനകളുടെ ഭാരമനുസരിച്ച് പുല്ല്, പട്ട തുടങ്ങിയ തീറ്റയുടെ അളവ് ക്രമീകരിക്കുന്നതിനാൽ കൃത്യമായ തൂക്കം അറിയുന്നത് അത്യാവശ്യമാണ്. 60 ടൺ വരെ ഭാരം പരിശോധിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനമാണ് ഇപ്പോൾ പ്രവർത്തനരഹിതമായിരിക്കുന്നത്. വേവ് ബ്രിഡ്ജ് തകരാറിലായതിനെ തുടർന്ന് കോട്ടപ്പടിയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഇപ്പോൾ ഭാരം പരിശോധിക്കുന്നത്. വേവ് ബ്രിഡ്ജിന് പുറകുവശത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാൽ ആനകൾക്ക് നിലവിലെ സംവിധാനത്തിലേക്ക് എത്താൻ കൂടുതൽ പ്രയാസമുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പദ്ധതി അധികൃതരുടെ അനാസ്ഥ മൂലം ഉപയോഗശൂന്യമായ അവസ്ഥയിലാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. വേവ് ബ്രിഡ്ജ് വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നുണ്ട്. 2021 ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനാണ് വേവ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടത്തിയത്.